നമസ്കാരം കൂട്ടുകാരെ. 2011 പുറത്തിറങ്ങിയ രസകരമായ ഒരു ക്രൈം ത്രില്ലർ ചലച്ചിത്രം ബ്ലിറ്റ് എന്നാണ് അതിന്റെ പേര്. സൗത്ത് ഈസ്റ്റ് ലണ്ടനിൽ തുടർച്ചയായി കുറച്ച് പോലീസുകാർ കൊല്ലപ്പെടുന്നു. ഒരു സീരിയൽ കില്ലർ പോലീസുകാരെ മാത്രം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിനുമേൽ അതോടെ വലിയ സമ്മർദ്ദവും ഉണ്ടാകുന്നു. പോലീസിന് അന്വേഷണത്തിലൂടെ ആ കൊലപാതകിയെ കണ്ടെത്താൻ സാധിക്കുമോ? എന്തൊക്കെയാകും സംഭവിക്കുക എന്നതാണ് രസകരമായ ഈ ചലച്ചിത്രത്തിന്റെ കഥ. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. സൗത്ത് ഈസ്റ്റ് ലണ്ടനിലാണ് കഥ ആരംഭിക്കുന്നത്. ടോം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ പരിചയപ്പെടുന്നു. ടോം എന്ന് തന്റെ അപ്പാർട്ട്മെന്റിലെ സോഫയിൽ കിടന്ന് ഓരോന്ന് ആലോചിച്ച് റെസ്റ്റ് ചെയ്യുകയാണ്. എഴുന്നേറ്റ് വിൻഡോ സൈഡിലേക്ക് എത്തിയ ടോം കണ്ടത് പുറത്ത് കുറച്ച് കള്ളന്മാർ കാർ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. ടോം അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുകയാണ്. കള്ളന്മാരോട് മോഷണം ഉപേക്ഷിച്ച് കടന്നുപോകാൻ ടോം പറഞ്ഞെങ്കിലും ആദ്യം അവരത് കാര്യമായി എടുക്കുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, ഒരു ഫൈറ്റ് തന്നെ സംഭവിക്കുന്നു. ടോം ആ കള്ളന്മാരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഇനി ഇവിടെങ്ങാൻ നിങ്ങളെ കണ്ടാൽ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ശേഷം ടോം അവിടെ നിന്ന് പോവുകയുമുണ്ടായി. പക്ഷേ അടുത്ത ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. നിഷ്കളങ്കരായ യുവാക്കളെ പോലീസ് ഉദ്യോഗസ്ഥൻ ടോം തല്ലിച്ചതച്ചു എന്ന രീതിയിലായിരുന്നു വാർത്ത. മുമ്പും പോലീസിനും ടോമിനുമെതിരെ ഇത്തരത്തിൽ പത്രത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. സെയിം റിപ്പോർട്ടറാണ് ഇത്തവണയും വാർത്ത കൊടുത്തിരിക്കുന്നത്. പൊതുവെ അക്രമകാരിയായ ഉദ്യോഗസ്ഥനാണ് ടോം എന്ന് മൊത്തത്തിൽ ആക്ഷേപവും നിലനിന്നിരുന്നു. ഡിപ്പാർട്ട്മെന്റിനെതിരെ മോശം വാർത്തകൾ വന്നതോടെ വളരെയധികം കോപമുള്ള ടോമിനെ കൗൺസിലിംഗിന് വിടാനായി ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിക്കുകയാണ്. ടോം കൗൺസിലിംഗിന് പോയെങ്കിലും അവിടെയും തന്റെ സ്വഭാവം വെച്ച് വളരെ രൂക്ഷമായിട്ടായിരുന്നു ടോം ഇടപഴകിയതും പെരുമാറിയതും. കൗൺസിലറുടെ മുമ്പിൽ വെച്ച് തന്നെ ടോം സിഗരറ്റ് വലിക്കാൻ ശ്രമിച്ചു. കൗൺസിലർ അത് ചോദ്യം ചെയ്തപ്പോൾ കൗൺസിലറോടും ദേഷ്യപ്പെട്ട് അയാളെ വിരട്ടി അവൻ സ്റ്റേഷനിലേക്ക് തിരികെ പോന്നു. പിന്നാലെ നമ്മൾ എലിസബത്ത് എന്ന് പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പരിചയപ്പെടുന്നു. എലിസബത്ത് അപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിളായി സേവനമനുഷ്ഠിക്കുകയാണ്. എലിസബത്ത് ടോമിന്റെ മുമ്പിലെത്തി തനിക്ക് സംഭവിച്ച ദുഃഖകരമായ കാര്യത്തെപ്പറ്റി വിശദീകരിച്ചു. എലിസബത്ത് കുറെ നാളുകളായി മാഫിയ ഗ്രൂപ്പുകളുടെ ഒപ്പം അണ്ടർ കവറിൽ ജോലി നോക്കുകയായിരുന്നു. മയക്കുമരുന്ന് കച്ചവടത്തിനും അതിന്റെ ഡീലേഴ്സിനും എതിരെയുള്ള ഒരു മിഷനിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അണ്ടർ കവറായി വർക്ക് ചെയ്യുമ്പോൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുവാൻ എലിസബത്തിന് അന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ശേഷം ദൗത്യമൊക്കെ പൂർത്തിയാക്കി അവൾ തിരികെ എത്തി. വന്നപാടെ അവൾ റീഹാബിലേക്ക് അയക്കപ്പെട്ടു. റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്ന് ഒക്കെ കഴിഞ്ഞു വന്നതും അവൾ ഫിറ്റാണെന്ന് തെളിയിക്കാൻ സർജൻ ടെസ്റ്റ് വീണ്ടും അറ്റൻഡ് ചെയ്യണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സർജൻ ടെസ്റ്റ് പാസ്സാവാൻ അവൾക്ക് സാധിച്ചില്ല. അങ്ങനെ അവൾ കോൺസ്റ്റബിൾ ലെവലിലേക്ക് തരം താഴ്ത്തപ്പെടുകയായിരുന്നു. ഒക്കെ കേട്ടിട്ടും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എലിസബത്ത് അപ്പോഴും ഡിപ്രസ്ഡായി കാണപ്പെട്ടിരുന്നു. അന്ന് പിന്നീട് ടോം തന്റെ ചീഫ് ഉദ്യോഗസ്ഥനും കൂട്ടുകാരനുമായ ബ്രൂസിനെ കാണാൻ ചെന്നു. ബ്രൂസിന്റെ ഭാര്യ മരണപ്പെട്ടിരുന്നു. ബ്രൂസും ടോമും കൂടി ചേർന്നിട്ടായിരുന്നു മൃതദേഹം കാണുവാൻ ഫ്യൂണറൽ ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് പോയത്. ഭാര്യയുടെ മരണം ബ്രൂസിനെ വല്ലാതെ അപ്സെറ്റ് ആക്കിയിരുന്നു. ടോം ബ്രൂസിനെ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. അവരൊന്നിച്ച് ഒരു ബാറിൽ പോവുകയും മദ്യപിച്ചിരിക്കുകയും ചെയ്തു. പലതും സംസാരിച്ച് ബ്രൂസിനെ ചീറപ്പ് ചെയ്യിക്കുവാൻ ടോം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അത്ര ഫലവത്തായിരുന്നില്ല. എന്നിരുന്നാലും ബ്രൂസിന്റെ മാനസിക നില കുറച്ചൊക്കെ മെച്ചപ്പെടുത്താൻ ടോമിന് സാധിച്ചു. ഇതേ സമയം മറ്റൊരു വശത്ത് മറ്റൊരു കാര്യം സംഭവിക്കാൻ പോവുകയായിരുന്നു. പട്രോളിംഗിൽ തെരുവിലൂടെ നടന്നിരുന്ന ഒരു പോലീസുകാരിക്ക് മുമ്പിലേക്ക് ഹുഡി ധരിച്ച ഒരു വ്യക്തി കടന്നു വന്നു. തല കവർ ചെയ്തു വന്നിരുന്ന അയാൾ ആ പോലീസ് ഉദ്യോഗസ്ഥക്ക് മുമ്പിലെത്തിയതും തോക്കെടുത്ത് ഞൊടിയുടെ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. പിന്നാലെ ആ വിവരം ടോമിന്റെ അടുത്തേക്കെത്തി. കേസന്വേഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥ കൊല്ലപ്പെട്ട ഇടത്തേക്ക് ടോം വന്നെത്തുകയാണ്. ബ്രൂസ് എവിടെയെന്ന് അവിടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ചോദിച്ചെങ്കിലും ഭാര്യയുടെ മരണത്തിൽ ബ്രൂസ് സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്നായിരുന്നു ടോം മറുപടി പറഞ്ഞത്. കുറച്ചു നാളത്തേക്ക് ബ്രൂസ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാനും തീരുമാനിച്ചിരുന്നു. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ മരണം അങ്ങനെ ഉദ്യോഗസ്ഥൻ ലീവിലാണ് എന്ന് പറഞ്ഞ് തള്ളിവെക്കാൻ പറ്റുന്നതല്ലല്ലോ. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് ബ്രൂസിനെ റീപ്ലേസ് ചെയ്യുവാൻ അങ്ങോട്ടേക്ക് മറ്റൊരു പോലീസ് ഇൻസ്പെക്ടർ വന്നെത്തുകയാണ്. പോർട്ടർ നാഷ് എന്നായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ പേര്. പരസ്യമായി താൻ ഒരു ഗേയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് പോർട്ടർ നാഷ്. അതുകൊണ്ട് തന്നെ പോർട്ടർ നാഷ് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതിനെതിരെ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു. അസിസ്റ്റന്റുകളും ജൂനിയേഴ്സും ഒന്നും പോർട്ടർ നാഷിന്റെ പാർട്ട്ണറാവാൻ തയ്യാറാകുന്നേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ചീഫായ പോർട്ടർ നാഷിന്റെ കമാൻഡുകൾ അംഗീകരിക്കാനും അവരൊന്നും കൂട്ടാക്കുന്നുമില്ല. പക്ഷേ വൈകാതെ സുപ്പീരിയർ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിപ്പിക്കപ്പെട്ടു. കാര്യഗൗരവം സംസാരിച്ച സുപ്പീരിയർ ഓഫീസർ അവരേവരും
പോർട്ടർ നാഷിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ കമാൻഡിന് കീഴിൽ വർക്ക് ചെയ്യുമെന്നും അതിനെതിരെ നിന്നാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നും വ്യക്തമായി പറഞ്ഞു. പക്ഷേ അവിടെ വെച്ച് പോർട്ടർ നാഷ് തന്റെ പരിചയക്കാരനായ മറ്റാർക്കും വലിയ പ്രിയമൊന്നുമില്ലാത്തവനായ ടോമിനെ കാണുകയാണ്. ടോമിന്റെ വയലൻ പ്രവൃത്തികളെ പറ്റിയും മറ്റും പോർട്ടർ നാഷും ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ അവർ തൽക്കാലത്തേക്ക് പാർട്ട്നേഴ്സായി മാറുകയാണ്. ആ സമയത്തായിരുന്നു പോലീസ് കോൺസ്റ്റബിളായ എലിസബത്തിനെ കാണുവാൻ മെറ്റൽ എന്ന ഒരു സുഹൃത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. മെറ്റൽ ഒരു ഗ്യാങ് മെമ്പറാണ്. അവരുടെ ഗ്യാങ് ഒരാളുമായി ഏറ്റുമുട്ടിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയെന്നും അയാൾ കൊല്ലപ്പെട്ടോ എന്ന് സംശയമുണ്ടെന്നും അതിന്റെ ഭീതിയിലാണെന്നും സഹായിക്കണം എന്നും മെറ്റൽ സുഹൃത്തായ എലിസബത്തിനോട് ആവശ്യപ്പെടുകയാണ്. താൻ എന്തായാലും നോക്കാം, പക്ഷെ ഇതാണ് അവസാനമായി ഞാൻ നിനക്ക് ചെയ്യുന്ന ഫേവർ. ഇനി എങ്ങാൻ അയാൾ മരിച്ചിട്ടുണ്ടേ നീ നഗരം വിട്ട് പൊക്കോണം എന്ന് എലിസബത്ത് മെറ്റലിനോട് പറയുകയാണ്. കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ എലിസബത്ത് നേരെ ടോമിന്റെ അടുത്തെത്തുന്നു. പക്ഷെ അത് അന്വേഷിക്കുന്നത് ക്രെയ്ഗ് എന്ന ഉദ്യോഗസ്ഥനാണെന്നും ക്രെയ്ഗിനെ ചെന്ന് കാണുവാനും ടോം എലിസബത്തിനെ പറഞ്ഞുവിടുകയാണ്. ശേഷം എലിസബത്ത് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായ ക്രെയ്ഗിനെ ചെന്ന് കണ്ടു. കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു. ക്രെയ്ഗിന് പണ്ടു തൊട്ടേ എലിസബത്തിന് ഇഷ്ടമാണ്. എന്തായാലും താൻ നോക്കിയിട്ട് സഹായിക്കാം എന്ന് ക്രെയ്ഗ് എലിസബത്തിനോട് അന്ന് പറയുന്നു. അടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി. ടോമിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനുമെതിരെ എപ്പോഴും വലിയ തോതിൽ വാർത്തകൾ എഴുതി അല്പം കുപ്രസിദ്ധനായ ഒരു റിപ്പോർട്ടറുണ്ട്. ഹാരോൾഡ് ഡൺലോപ്പ് എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ബേരി എന്ന പയ്യനിൽ നിന്നുമായിരുന്നു ആ ഫോൺ കോൾ വന്നത്. താനാണ് പോലീസ് ഉദ്യോഗസ്ഥയെ കൊലപ്പെടുത്തിയത് എന്നവൻ പറയുകയാണ്. കൂട്ടത്തിൽ തന്റെ ദൗത്യമൊന്നും തീർന്നിട്ടില്ലെന്നും ഇനിയും കുറേയധികം പോലീസുകാർ കൊല്ലപ്പെടുമെന്നും തന്റെ ലിസ്റ്റ് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും ഇതൊക്കെ വാർത്തയാക്കാനും ബേരി അയാളോട് ആവശ്യപ്പെടുന്നു. ഡൺലോപ്പിനോട് സംസാരിച്ചതിന് പിന്നാലെ ബേരി മുമ്പോട്ടു പോവുകയാണ്. ഒരു ഓഫീസറുടെ അടുത്ത് ചെന്ന് ഒട്ടും മടിക്കാതെ തോക്കെടുത്ത് വെടിവെച്ച് അയാളെയും അവൻ കൊലപ്പെടുത്തി കളഞ്ഞു. തന്റെ ലിസ്റ്റിൽ 8-ലധികം പോലീസ് ഓഫീസേഴ്സ് ഇനിയുമുണ്ടെന്നും അവരും കൊല്ലപ്പെടുമെന്നും ബേരി പിന്നാലെ ഡൺലോപ്പിനെ വിളിച്ച് പറയുകയും ചെയ്തു. വാർത്ത കിട്ടിയ ഡൺലോപ്പ് ചുമ്മാതിരിക്കുമോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നിശിതമായി വിമർശിച്ച് നഗരത്തിൽ ഭീതി സൃഷ്ടിക്കുന്ന തരത്തിൽ ഡൺലോപ്പ് ഒരു വാർത്ത പുറത്തുവിടുന്നു. അതങ്ങ് കത്തിപ്പടരുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റും വല്ലാതെ പ്രതിരോധത്തിലാകുന്നുണ്ട്. കേസ് അന്വേഷിക്കാൻ വന്നിരുന്ന പോർട്ടർ പിന്നാലെ ടോമിനെ വന്നു കാണുകയാണ്. നിങ്ങളെപ്പറ്റി കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാരും പറയുന്ന പോലെ വളരെ കോപക്കാരനായ ഏവരെയും തല്ലുന്ന ഒരാളാണോ നിങ്ങൾ? സംസാരം തുടങ്ങിയത് അങ്ങനാണെങ്കിലും കുറച്ചധികം സംസാരിച്ചപ്പോഴേക്കും പോർട്ടറിന് തന്നെപ്പറ്റി നല്ലവണ്ണം അറിയാമെന്ന് ടോം മനസ്സിലാക്കുന്നു. അവർക്കിടയിൽ പെട്ടെന്ന് നല്ലൊരു സൗഹൃദവും വളരുന്നുണ്ട്. അതേസമയം മറ്റൊരു ഉദ്യോഗസ്ഥനും കൂടി വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം അവർക്കിടയിലേക്ക് വന്നെത്തുകയാണ്. അന്വേഷണം കൂടുതൽ കടുപ്പിക്കാൻ പോർട്ടറും ടോമും തീരുമാനിക്കുന്നു. നഗരത്തിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ചാരന്മാരോട് കൂടുതൽ നല്ല രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. പോരാത്തതിന് നഗരത്തിലെ പ്രധാന ക്രിമിനൽസിനെ ടാർഗറ്റ് ചെയ്ത് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനും ആരംഭിക്കുന്നു. മറ്റ് തെളിവുകളൊന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിരുന്നില്ല. ആ സമയം ഒരു ചാരനിൽ നിന്നും ചെറിയൊരു വിവരം ലഭിക്കുമെന്നറിഞ്ഞതും ടോമും പോർട്ടറും റാട്ട്നർ എന്ന് പേരുള്ള ചാരന്റെ അടുത്തേക്ക് എത്തുകയാണ്. റാട്ട്നർ തന്റെ സംശയം ചൂണ്ടിയത് ബേരി എന്ന് പേരുള്ള ഒരു പയ്യനിലേക്കായിരുന്നു. ഒരു പോലീസ് നായയെ താൻ വെടിവെച്ചു കൊന്നു എന്നവൻ പൊങ്ങച്ചം പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം ലഭിച്ചു എന്നായിരുന്നു അയാൾ വ്യക്തമാക്കിയത്. അതോടെ ടോമും പോർട്ടറും ബേരിയുടെ ഫ്ളാറ്റിലേക്ക് ചെല്ലുകയാണ്. ബേരി അപ്പാർട്ട്മെന്റ് ഡോർ തുറക്കുമ്പോൾ മുമ്പിലത പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. അവർ ബേരിയുടെ വീട്ടിലേക്ക് കയറി അവിടെ ചെറുതായൊരു സെർച്ച് നടത്തി. ആദ്യം ബേരി ഒന്ന് വിറച്ചെങ്കിലും വളരെ വിദഗ്ധനായ കൊലപാതകിയായതുകൊണ്ട് ശാന്തനായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അവൻ ബിഹേവ് ചെയ്യുകയാണ്. ടോം ആ സമയം ബേരിയെ തിരിച്ചറിയുന്നുമുണ്ട്. ഒരു കൊല്ലം മുമ്പ് ബില്ലിയാർഡ് ഹാളിൽ വെച്ച് ഒരു പ്രശ്നം നടന്നിരുന്നു. അവിടെയെന്ന് സോൾവ് ചെയ്യാൻ എത്തിയത് ടോമായിരുന്നു. ടോം അവിടെ പ്രശ്നമുണ്ടാക്കിയ ബേരിയെ പിടിച്ച് ശക്തമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ബേരിയെ അവിടെ വെച്ച് ടോം നല്ല രീതിയിലൊന്ന് കളിയാക്കി. ശേഷം തെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് പോർട്ടറുമായി സംശയത്തിന് സാധ്യതയൊന്നുമില്ലാതെ തന്നെ പോരുകയാണ്. അവർ പോയെന്നുറപ്പുവരുത്തിയതും ബേരിയുടൻ ഉണർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അപ്പാർട്ട്മെന്റിൽ ഉണ്ടായ പോലീസിന് തെളിവായി ലഭിച്ചേക്കാവുന്ന കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് അതുമായി പുറത്തേക്കിറങ്ങുന്നു. ഇതേസമയം പോലീസ് ചാരനായ റാട്ട്നർ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. സ്വന്തം രീതിയിൽ അതൊന്ന് അന്വേഷിക്കാനായിരുന്നു റാട്ട്നറുടെ ശ്രമം. അതിലൂടെ പണമുണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ചിന്തയും കള്ളുകുടിയനായ റാട്ട്നറിനുണ്ടായിരുന്നു. വൈകാതെ റാട്ട്നർ തന്റെ അന്വേഷണത്തിന്റെ ഫലമായി ബേരിയുടെ കാറിലേക്കും എത്തിച്ചേരുന്നു. അവൻ ഒളിപ്പിച്ച സാധനങ്ങളും റാട്ട്നർ കണ്ടെത്തുന്നുണ്ട്. ബേരി തന്നെയാണ് കില്ലറെന്ന്
റാട്ട്നർ ആ നിമിഷം ഉറപ്പിക്കുന്നു. പക്ഷേ പോലീസിന് പെട്ടെന്ന് ആ വിവരം കൈമാറാൻ റാട്ട്നർ ഒരുക്കമായിരുന്നില്ല. അത് വെച്ച് പണം എങ്ങനെ ഉണ്ടാക്കും എന്നായിരുന്നു റാട്ട്നർ ചിന്തിക്കുന്നത്. ഇതേ സമയം മറുവശത്ത് ടോമിന്റെ കൂട്ടുകാരൻ ലീവിലുള്ള പോലീസുകാരൻ ബ്രൂസ് സാധനങ്ങൾ വാങ്ങുവാൻ ഒരു കടയിൽ പോയിരിക്കുകയായിരുന്നു. അയാൾ അവിടെ നിന്നും കുറെ മദ്യം വാങ്ങി വീട്ടിലെത്തി മദ്യം കുടിക്കാനിരുന്ന് ഒരുപാട് ആലോചിച്ചു. മദ്യം കുടിച്ച് താൻ തന്റെ ജീവിതം നശിപ്പിക്കുന്ന പോലെ പെട്ടെന്നൊരു തിരിച്ചറിവ് അന്ന് ബ്രൂസിന് ഉണ്ടാവുകയാണ്. അതോടെയൊക്കെ ഉപേക്ഷിച്ച് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ബ്രൂസ് ആലോചിക്കുന്നു. നേരെ ചീഫിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ വേണ്ടി ബ്രൂസ് തീരുമാനിക്കുകയാണ്. ചീഫിനെ കണ്ടെന്നങ്ങനെ അന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ബ്രൂസിനെ ഫോളോ ചെയ്ത് ബാരി എത്തുന്നുണ്ടായിരുന്നു. ബാരിയുടെ അടുത്ത ടാർഗറ്റ് ബ്രൂസ് ആണ് എന്ന കാര്യം അവിടെ വെച്ച് കൂടുതൽ വ്യക്തമാകുന്നു. ബ്രൂസ് വീട്ടിലെത്തി. ബേരിയും പിന്നാലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. കോളിംഗ് ബെൽ അടിച്ചതും ബ്രൂസ് വന്ന് വാതിൽ തുറന്നു. പിന്നെ പറയണ്ടല്ലോ, ബേരി ബ്രൂസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രൂസിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തൽ ബേരിക്ക് അത്ര എളുപ്പമായിരുന്നില്ല. അവർ തമ്മിൽ വലിയൊരു സ്ട്രഗിൾ തന്നെ സംഭവിക്കുന്നു. ഒരു ഘട്ടത്തിൽ ബ്രൂസിന്റെ കയ്യിൽ ഒരു ചുറ്റിക ലഭിക്കുന്നുണ്ട്. അത് വെച്ച് ബേരിയെ ആക്രമിക്കാൻ ബ്രൂസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ചുറ്റിക പിടിച്ചു വാങ്ങിയ ബേരി അത് വെച്ച് തന്നെ ബ്രൂസിനെ അടിച്ചുകൊല്ലുന്നു. ശേഷം കുറച്ചുനേരം ബ്രൂസിന്റെ വീട്ടിൽ തന്നെ TV കണ്ട് ബേരി സമയം ചിലവിടുകയാണ്. ശേഷം ബ്രൂസിന്റെ വീട്ടിൽ നിന്ന് ബ്രൂസിന്റെ യൂണിഫോം അടക്കം മോഷ്ടിച്ച് ബേരി അവിടെ നിന്ന് പോരുന്നു. അധികം വൈകിയില്ല. പുറത്തെത്തിയ ബേരി റിപ്പോർട്ടർ ഡൺലോപ്പിനെ വീണ്ടും കോൾ ചെയ്യുകയാണ്. താൻ മൂന്നാമത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രൂസിനെ കൂടി വകവരുത്തി എന്നയാൾ ഡൺലോപ്പിനെ അറിയിക്കുന്നു. നാളത്തെ പത്രവാർത്തയിൽ തന്റെ പേര് വരണമെന്നും ബ്ലിറ്റ്സ് എന്ന പേരിൽ തന്റെ വാർത്ത കൊടുക്കുവാനും ബേരി റിപ്പോർട്ടർ ഡൺലോപ്പിനോട് പറഞ്ഞു. അധികം വൈകാതെ ബ്രൂസിന്റെ മരണം ടോമിന്റെ ചെവിയിലേക്കും എത്തുകയാണ്. അത് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ ടോമിന് സാധിക്കുന്നില്ല. ബ്രൂസ് ടോമിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നല്ലോ. മറുവശത്ത് ബേരിയാകട്ടെ താൻ അന്ന് കൊണ്ടുവന്ന ബ്രൂസിന്റെ യൂണിഫോം അടക്കം കാർ ഡിക്കിയിലേക്ക് വെക്കുന്നു. ബാരിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്ന ചാരൻ അങ്ങോട്ടേക്ക് എത്തി വീണ്ടും ഡിക്കി പരിശോധിക്കുന്നു. ബ്രൂസിന്റെ യൂണിഫോം കണ്ടതും അത് ബേരിക്കെതിരെ ശക്തമായ തെളിവായി പ്രയോഗിക്കാമല്ലോ എന്നുകൂടി അയാൾ ചിന്തിക്കുകയാണ്. ആ വിവരങ്ങളടക്കം വിൽക്കാൻ സാധിച്ചാൽ നല്ലൊരു പണം കിട്ടും എന്നുകൂടി ചിന്തിച്ച റാട്ട്നർ റിപ്പോർട്ടർ ഡൺലോപ്പിനെ കോൾ ചെയ്യുന്നു. തനിക്ക് മർഡറർ ആരാണെന്ന് അറിയാമെന്നും തെളിവുകൾ അടക്കം എവിടെയാണുള്ളതെന്ന് അറിയാമെന്നും $50,000 തനിക്ക് തന്നാൽ താനത് പറയാമെന്നും റാട്ട്നർ ഡൺലോപ്പിനോട് പറയുകയാണ്. രാജ്യത്തെ നടുക്കുന്ന വാർത്തയാണല്ലോ, അതുകൊണ്ട് തന്നെ തുക അല്പം ഉയർന്നതായിട്ടും ഡൺലോപ്പ് അതിന് സമ്മതിക്കുന്നു. ആദ്യം തനിക്കിതൊക്കെ കാണണം എന്നും റിപ്പോർട്ടർ പറയുന്നുണ്ട്. അതോടെ റിപ്പോർട്ടറിനോട് പാർക്കിംഗ് ലോട്ടിലേക്ക് വരുവാൻ റാട്ട്നർ ആവശ്യപ്പെടുകയാണ്. പാർക്കിംഗ് ലോട്ടിലേക്ക് റിപ്പോർട്ടറുമായി വൈകാതെ റാട്ട്നർ വന്നു. കാറിന്റെ ഡിക്കിയിൽ ബ്രൂസിന്റെ യൂണിഫോം അടക്കം കൊലപാതകിയായ ബാരി സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ അയാൾ കാണിച്ചു കൊടുത്തു. അപ്പോഴായിരുന്നു റിപ്പോർട്ടറിന് റാട്ട്നർ പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വാസം വന്നത്. അതോടെ വിവരം പുറത്തുവിടരുതെന്നും $50,000 തരാമെന്നും റിപ്പോർട്ടർ പറയുകയാണ്. ഇതേ സമയം ഇതൊക്കെ മാറി നിന്ന് ബാരി കാണുന്നുണ്ടായിരുന്നു. റിപ്പോർട്ടറും റാട്ട്നറും പോയതിനു പിന്നാലെ ബേരി വന്ന് കാറിന്റെ ഡെക്കിയിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്തുമാറ്റി. മറുവശത്ത് എലിസബത്ത് പറഞ്ഞ കേസ് അന്വേഷിച്ചിരുന്ന ഇൻസ്പെക്ടർ ക്രൈഗ് അന്ന് എലിസബത്തിനെ മീറ്റ് ചെയ്യുകയായിരുന്നു. എലിസബത്ത് പറഞ്ഞ വ്യക്തി കൊല്ലപ്പെട്ടിട്ടില്ലെന്നും അയാൾക്കല്പം സാരമായ പരിക്കേറ്റിട്ടേയുള്ളൂ എന്ന് ക്രൈഗ് എലിസബത്തിനോട് പറയുകയാണ്. അയാൾ ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് വലിയ കേസും പ്രശ്നവുമൊന്നുമില്ലെന്നും ക്രൈഗ് വ്യക്തമാക്കുന്നു. ക്രൈഗ് തനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തതാണല്ലോ, എന്താ താൻ തിരികെ ക്രൈഗിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഫോർമാലിറ്റിക്കായി എലിസബത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ എലിസബത്തിനെ ഇഷ്ടമായിരുന്ന ക്രൈഗ് ഒരു ഡേറ്റ് ആയിരുന്നു എലിസബത്തിനോട് ചോദിക്കുന്നത്. നാളെ വൈകിട്ട് എലിസബത്തുമൊത്ത് ഒരു ഡ്രിങ്കാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ പറഞ്ഞു. എലിസബത്തും ചെറുചിരിയോടെ അതിന് സമ്മതിച്ചു. മറുവശത്ത് റിപ്പോർട്ടർ ഡൺലോപ്പ് റാട്ട്നറെയും കൂട്ടി ഒരു ബാറിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് അയാൾ റാട്ട്നർക്ക് പണം കൈമാറി. ശേഷം കൊലപാതകിയുടെ പേരെന്താണ്, അയാൾ ആരാണ് എന്ന് റാട്ട്നറോട് ചോദിച്ചു. തനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്നും ബാത്റൂമിൽ പോയി വന്നിട്ട് താനത് പറയാം എന്നുമായിരുന്നു റാട്ട്നർ പറഞ്ഞത്. പണവുമെടുത്ത് റാട്ട്നർ നേരെ വാഷ്റൂമിലേക്ക് കയറി. പക്ഷേ റാട്ട്നറെ ഞെട്ടിച്ചുകൊണ്ട് ആ വാഷ്റൂമിനകത്തേക്ക് ബാരി വന്നെത്തുകയായിരുന്നു. ബാരി റാട്ട്നറെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. താനാണ് കൊലപാതകി എന്ന് നേരിട്ടറിയാവുന്ന ഒരേ ഒരു വ്യക്തി റാട്ട്നറാണ്. അതുകൊണ്ട് റാട്ട്നറെ വകവരുത്താനായിരുന്നു ബാരി എത്തിച്ചേർന്നിരുന്നത്. ബാരിയുടെ കാര്യമോ പേരോ ഒന്നും താൻ റിപ്പോർട്ടറോട് പറഞ്ഞിട്ടില്ല. ബാരി സേഫാണ്, താൻ പറയുമില്ല എന്നൊക്കെ പറഞ്ഞ റാട്ട്നർ ജീവനു വേണ്ടി ബാരിയോട് അപേക്ഷിച്ചെങ്കിലും കരുണ, ദയ എന്ന കാര്യങ്ങളൊന്നും ബാരിയുടെ കാഴ്ചപ്പാടിലെ ഉണ്ടായിരുന്നില്ല. ബാരി അവിടെ വെച്ച് റാട്ട്നറെ കൊലപ്പെടുത്തുകയാണ്. പിന്നാലെ റിപ്പോർട്ടർ കൊടുത്ത് $50,000 അവിടെ നിന്നെടുത്ത് ബാരി രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞു. റാട്ട്നറുടെ
മരണം റിപ്പോർട്ടർ ഡൺലോപ്പിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ താനും കൊല്ലപ്പെട്ടേക്കുമോ എന്ന് ഭയന്നതുകൊണ്ടാകണം റിപ്പോർട്ടർ ഡൺലോപ്പ് കാർഡിക്കിയിലെ തെളിവുകളെപ്പറ്റി പോലീസിന് വിവരം നൽകുകയാണ്. അതോടെ ടോമും പാർട്ട്ണറും കൂടി വിവരം ലഭിച്ച കാർഡിക്ക് പരിശോധിക്കാൻ ചെന്നെങ്കിലും അതിനകത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനോടകം ബാരിയൊക്കെ മാറ്റിക്കഴിഞ്ഞിരുന്നല്ലോ. മറുവശത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പോലീസ് കോൺസ്റ്റബിൾ കണ്ടെത്തിയിരുന്നു. അതുവരെ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മുമ്പ് ബാരിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ് എന്നതായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ബാരിയുടെ അടുത്ത വിക്ടിമാവാനുള്ള സാധ്യത ഓർഡർ അനുസരിച്ച് അവനെ അറസ്റ്റ് ചെയ്ത എലിസബത്ത് ആയിരുന്നു. അടുത്ത ദിവസമായിരുന്നു എലിസബത്തിന് ക്രെയ്ഗുമൊത്ത് ഡേറ്റ് ഉള്ളത്. ഡേറ്റ് കഴിഞ്ഞ് എലിസബത്ത് വീട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ചവൾ ആക്രമിക്കപ്പെടുകയാണ്. ഭാഗ്യവശാൽ അവളുടെ ഫ്രണ്ട് മെറ്റൽ അവളുടെ സഹായത്തിനെത്തി. വലിയ സ്ട്രഗിൾ തന്നെ അവിടെ നടന്നു. അതിനിടയിൽ മെറ്റൽ കൊല്ലപ്പെട്ടു. ബാരി എലിസബത്തിനെ എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പേ അങ്ങോട്ടേക്ക് പോലീസും എത്തിച്ചേർന്നിരുന്നു. അതോടെ ബാരിയാണ് കൊലപാതകി എന്ന കാര്യം വ്യക്തമായി. പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ ബാരിയുടെ ഫോട്ടോ പബ്ലിക്കിലേക്ക് വിടുകയാണ്. മറഞ്ഞിരിക്കുന്ന ബാരിയെ പുറത്തു ചാടിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു അത് നല്ല രീതിയിൽ നടപ്പിലായി. ബാരി പുറത്തു വന്നതിനു ശേഷം നീണ്ട ചേസിനൊടുവിൽ അവൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. 48 മണിക്കൂറോളം ബാരിയെ ക്രൂരമായി ചോദ്യം ചെയ്തു. എന്നിരുന്നാലും ബാരിക്കെതിരെ ശക്തമായ തെളിവുകൾ നിരത്തുവാൻ പോലീസിന് സാധിക്കുന്നില്ല. ആകെയുള്ള സാക്ഷിയും ഒരു പോലീസുകാരി മാത്രമാണ്. അതാണെങ്കിൽ അത്രമേൽ വിലപ്പോവുകയുമില്ല. ഒടുവിൽ തെളിവുകളുടെ അഭാവത്തിൽ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ബാരി മോചിപ്പിക്കപ്പെടുന്നു. പോലീസുകാരെ പുച്ഛത്തോടെ നോക്കിയായിരുന്നു ബാരി എന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നത്. എല്ലാം കൊണ്ടും പ്രകോപിതനായ ടോമും പാർട്ട്ണറും ചേർന്ന് ബാരിയെ കൊടുക്കാൻ ഒരു പദ്ധതി ആലോചിക്കുന്നു. ടോമിനെതിരെ അവൻ പ്രതികാരം തീർക്കുമെന്ന് വൈകാതെ ഉറപ്പായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ടോമും പാർട്ട്ണറും അതിനുവേണ്ടി തയ്യാറായി നിന്നു. അങ്ങനെ ചീഫ് ഇൻസ്പെക്ടർ ബ്രൂസിന്റെ ഫ്യൂണറൽ ദിവസം ബ്രൂസിന്റെ തന്നെ മോഷ്ടിച്ച യൂണിഫോം അണിഞ്ഞ് ബാരി ചടങ്ങുകൾ നടക്കുന്നതിനിടയിലേക്ക് കയറി വന്നു. കുറച്ചു കഴിഞ്ഞതും ടോം അവിടെ നിന്ന് പുറത്തേക്ക് പോവാൻ ആരംഭിച്ചു. ടോമിനെ ആക്രമിക്കാൻ യൂണിഫോം ധരിച്ചുകൊണ്ട് ബാരിയും ടോമിന് പിന്നാലെ ചെല്ലുന്നുണ്ടായിരുന്നു. ബാരി തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ടോം വിദഗ്ധമായി ഒരു കെട്ടിടത്തിലെ പാർക്കിംഗ് ലോട്ടിന് മുകളിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയാണ്. തോക്ക് ചൂണ്ടി ബാരി ടോമിന് പിന്നാലെ എത്തിച്ചേർന്നു. പക്ഷെ അപ്പോഴാണ് ഞെട്ടലോടെ അവനൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ടോം മാറി ടോമിന്റെ സ്ഥാനത്ത് ടോമിന്റെ പാർട്ട്ണർ കയറിയിരുന്നുവെന്ന കാര്യം. തോക്ക് ചൂണ്ടി അവൻ നിൽക്കുന്നത് ടോമിന്റെ പാർട്ട്ണറുടെ നേരെയായിരുന്നു. ബാരി ആ ഷോക്കായി നിൽക്കുന്ന സമയം അവിടെ മറഞ്ഞിരുന്നിരുന്ന ടോം ബാരിക്കുമേൽ ചാടി വീണു. പിന്നെ പറയണ്ടല്ലോ, ടോം അവനെ ശക്തമായി മർദ്ദിച്ചു വീഴ്ത്തി. ബ്രൂസിന്റെ യൂണിഫോമിലാണ് അവനുള്ളത് എന്നത് വലിയ തെളിവ് തന്നെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കോടതിക്ക് മുമ്പിൽ അവന് ശിക്ഷിക്കാൻ അതൊന്നും പോരാതെ വരും. അത്രയും കൊലപാതകങ്ങൾ നടത്തിയ ഒരു സൈക്കോയെ വെറുതെ വിടാൻ ടോമും ഒരുക്കമായിരുന്നില്ല. ടോമിന്റെ കയ്യിൽ ബാരിയുടെ തോക്കിപ്പോഴുണ്ട്. ബാരിയാണെങ്കിൽ പോലീസ് യൂണിഫോമിലുമാണ്. പോലീസ് യൂണിഫോമിലുണ്ടായിരുന്ന ബാരിയെ ബ്ലിറ്റ്സ് തെറ്റിദ്ധരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിലൊരു കഥ മെനയുകയും ചെയ്യാം എന്നുറപ്പിച്ച് ടോം തന്നെ ബാരിയെ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ടോമിന്റെ കൂടെ നിന്ന പോർട്ടറും ബാക്കി തെളിവുകളൊക്കെ നശിപ്പിക്കാനും സീരിയൽ കില്ലറായി അറിയപ്പെടുന്ന ബ്ലിറ്റ്സ് ആണ് ബാരിയെ കൊന്നത് എന്ന് വരുത്തി തീർക്കാനും വേണ്ട കാര്യങ്ങൾ പൂർണ്ണമാക്കി. കാര്യങ്ങൾ ഇത്രയും നീണ്ടുപോകാൻ കാരണം റിപ്പോർട്ടറാണെന്ന് ടോമിന് അറിയാമായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെയും തനിക്കെതിരെയും അടക്കം മന്ന വാർത്തകൾ എഴുതുന്ന ആ റിപ്പോർട്ടറെ ഒരു പാഠം പഠിപ്പിക്കാൻ ടോം തീരുമാനിച്ചു. 2 വേട്ടനായ്ക്കളുമായി അയാൾക്ക് മുമ്പിലേക്ക് ടോം ചെന്നെത്തി. അയാളെ ആക്രമിക്കാൻ ആ വേട്ടനായ്ക്കളെ പറഞ്ഞുവിട്ടു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.